വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം, പുതിയ സാമ്പത്തിക വർഷം മുതലുള്ള തനത് പെൻഷൻ തുക, കുടിശ്ശിക വിതരണം എന്നിവ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും. കേന്ദ്രം കനിഞ്ഞതോടെ 5990 കോടി രൂപ കൂടി അധികം കടമെടുക്കാൻ കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. ഇന്ന് തുക എത്തിച്ചേരും. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി സർക്കാരിന് ഏറെ ആശ്വാസകരമായി. 12,000 കോടി രൂപ ഈ മാസം വായ്പയെടുക്കാൻ അനുമതി തേടിയിരുന്നു. എന്നാൽ 5990 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 4800 രൂപയുടെ സഹായം എത്തിച്ചേരും. മാർച്ച് മാസത്തിൽ ആദ്യഘട്ട 1600 രൂപയാണ് വിതരണം ആരംഭിക്കുക. അതിനുശേഷം ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക വർഷാരംഭ വിവിധ പുണ്യദിനങ്ങൾ, ഈ ആഘോഷങ്ങളെല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് വിതരണം നേരത്തെ ഉണ്ടാകും. അതിൽ കുടിശ്ശികയിൽ ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് 3200 രൂപ ലഭിക്കും. മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും പുറത്തു വന്നിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളി പെൻഷനും കൊടുത്തു തീർക്കുന്നതിനുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.